3 യോഹന്നാൻ 2-ാം വാക്യം. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ബൈബിൾ പഠിച്ചിട്ടുള്ളവർക്കറിയാം, ഗായോസ് എന്ന് പറയുന്ന ദൈവഭക്തനായ, എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും കരുതുന്ന, അവർക്ക് വേണ്ടി വളരെയധികം അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഗായോസ്. ഈ ഗായോസിന് താൻ എഴുതുന്ന ലേഖനമാണിത്. അനേക ആത്മീക പാഠങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. പലപ്പോഴും ഇത് സഭയിലാണ് പ്രസംഗിച്ച് കേൾക്കാറുള്ളത്. എന്നാൽ ഇന്ന് ഈ വാക്യം വായിച്ചപ്പോൾ സുവിശേഷത്തോട് ബന്ധപ്പെട്ട് എന്താണ് ഇതിൻ്റെ ആശയമെന്നൊരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാവും. ഈ വാക്യത്തിലെ ആദ്യത്തെ ഭാഗം മാത്രം അടർത്തിയെടുത്തുകൊണ്ട് പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ. അവിടെ ഞാൻ നിർത്തുകയാണ്. പ്രിയനെ, ഗായോസേ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എങ്ങനെ ആത്മാവ് ശുഭമായിരിക്കും? അപ്പൊ ആത്മാവ് ശുഭമായില്ലെങ്കിൽ ആത്മാവിന് ശുഭതയില്ല. ആത്മാവ് ശുഭകരമായ അനുഭവത്തിലല്ല. അപ്പൊ അതിനെന്താ പറയുക? അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? അശുഭമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ആത്മാവിന്റെ ആ ശുഭത എങ്ങനെ ലഭിക്കും എന്നുള്ളതാണ് ഇന്ന് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ തീം. ഒരു വ്യക്തിയുടെ ആത്മാവിന് ശുഭത വേണമെങ്കിൽ ആ ആത്മാവ് രോഗമുക്തമാകണം. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റെ ആത്മാവിന്റെ രോഗം ഏതാണ്? ഡയറക്റ്റായിട്ട് അങ്ങ് ചോദിക്കാം, പാപം. പ്രിയപ്പെട്ടവരെ, പാപത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ബൈബിൾ ഉപയോഗിക്കുന്ന ക്രിസ്ത്യാനികൾ പോലും പലപ്പോഴും തർക്കിക്കുകയാണ്. പാപിയാണോ? പാപിയാണോ? ഞങ്ങൾ അങ്ങനെയുള്ള പാപങ്ങളൊന്നും ചെയ്യുന്നില്ല. പാപം ചെയ്യാതെ ഞങ്ങൾ നല്ല നിലയിലൊക്കെ മുന്നോട്ട് പോവുകയാണ്. പിന്നെയും പാപി എന്ന് പറയുന്നു. ഒരുപക്ഷെ ബൈബിൾ അറിയാത്തവർ, ബൈബിൾ പഠിക്കാത്തവർ ഒരുപക്ഷെ അങ്ങനെ ചോദിച്ചാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. എന്നാൽ ബൈബിൾ പഠിച്ചിട്ടുള്ള, ബൈബിൾ അറിയാവുന്ന, ബൈബിൾ ഉപയോഗിക്കുന്ന, തുറക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടെ, പക്ഷേ വീട്ടിലുള്ള പ്രിയപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് കേൾക്കുന്നത് പാപത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു നീരസത്തിന്റെ ലാഞ്ചന കടന്നു വരുന്നത് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ബൈബിൾ പഠിച്ച ഏവർക്കും അറിയാം, സുവിശേഷം കേൾക്കുന്ന ഏവർക്കും അറിയാം, ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന ആ മഹാരോഗം ഏതാണെന്ന് ചോദിച്ചാൽ ആ രോഗം പാപരോഗമാണ്. പാപരോഗമാണ്. ദൈവത്തിന് സ്തോത്രം. ആത്മാവിനെ ബാധിക്കുന്ന ഒരേ ഒരു രോഗം, അതാണ് പാപം. ആ പാപത്താൽ ആത്മാവിന്റെ ശുഭഭാവി നഷ്ടപ്പെട്ടു. ശുഭഭാവി ആത്മാവിനില്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശരാശരി മനുഷ്യന്റെ അനുഭവം എടുത്താൽ, ശരാശരി മനുഷ്യനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞാൽ, ശരാശരി മനുഷ്യനെ കുറിച്ച് നമുക്കൊന്ന് നോക്കുവാൻ കഴിഞ്ഞാൽ, ഈ ലോകത്തിന്റെ കാലഗതികളും ഈ ലോകത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങളും മനുഷ്യന്റെ പ്രവൃത്തികളും നാം ഒന്ന് പരിശോധിച്ചാൽ, പാപത്തിന്റെ ആധിക്യം എത്ര വലുതാണ്, പാപത്തിന്റെ ശക്തി എത്ര വലുതാണ്, പാപത്തിന്റെ അനന്തര ഫലങ്ങൾ എത്ര ഭീകരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. പലതും കണ്ടിട്ടും ഇതൊന്നും മനസ്സിലാകുന്നില്ല എങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അസമാധാനമുണ്ടാക്കുന്ന, സ്നേഹത്തെ നശിപ്പിക്കുന്ന, രാത്രിയിൽ സ്വസ്ഥമായി കിടന്നുറങ്ങുവാൻ കഴിയാത്ത, വ്യാജവും അധർമ്മവും പ്രവർത്തിക്കുന്ന, കൊള്ളരുതായ്മയുടെ നടുവിൽ കൂടെ കടന്നു പോകുന്ന കാഴ്ചകൾ അനുഭവിക്കുന്നുവെങ്കിൽ, നിങ്ങൾ കാണുന്നുവെങ്കിൽ, നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ, അത് ഈ പാപത്തിന്റെ പ്രേരണയാണ്, പാപത്തിന്റെ പ്രേരക ശക്തിയാണ്.
ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ പാപിയാണ്. പാപിയായ മനുഷ്യന്റെ ആത്മാവിന് ശുഭതയുണ്ടാവുകയില്ല. ആത്മാവ് ശുഭമായിരിക്കുകയില്ല. ഇവിടെ യോഹന്നാൻ ഗായോസിനോട് പറയുമ്പോൾ, ആ ഗായോസ് എന്ന വ്യക്തി കർത്താവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവ പൈതലാണ്. പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ. ആത്മാവ് ശുഭമാണ്. മറ്റു കാര്യങ്ങളിൽ നിനക്കെന്ത് വേണം? ശുഭവും സുഖവും ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ആത്മാവിന് സുഖമില്ലാത്ത ഒരു മനുഷ്യനും മറ്റൊരു കാര്യത്തിലും സുഖവും ശുഭവുമായ അനുഭവം ഉണ്ടാവുകയില്ല. കാഴ്ചയ്ക്ക് ശുഭമെന്ന് തോന്നിയാലും കാലങ്ങൾ കഴിയുമ്പോൾ അത് അശുഭമാണ് എന്ന് വെളിപ്പെടുന്ന വാർത്തകൾ കേട്ട് നമ്മൾ കൗതുകത്തോടെ, അല്ലെങ്കിൽ ജിജ്ഞാസയോടെ, അല്ലെങ്കിൽ സങ്കോചത്തോടെ, അല്ലെങ്കിൽ അതിശയത്തോടെ നമ്മൾ അതിനെ നോക്കിക്കാണും. ചിലപ്പോൾ നമുക്കത് സഹതാപമായിട്ടാണ് തോന്നുക. പ്രിയപ്പെട്ടവരെ, ആത്മാവിന്റെ ഈ അശുഭതയാണ് ലോകത്ത് നിന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന സകല വിഷയങ്ങൾക്കും കാരണമായിത്തീരുന്നത്. അതുകൊണ്ട് ഈ ആത്മാവിന്റെ അശുഭതയിൽ നിന്നും എങ്ങനെ ശുഭതയിലേക്ക് മനുഷ്യന് വരുവാൻ കഴിയും? ഇല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളായ നാം ഓരോരുത്തരും എങ്ങനെ ഈ ശുഭതയിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീർന്നു? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുമ്പോൾ ചില പോയിന്റുകൾ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്, ഈ അശുഭത ആത്മാവിന് വന്നത് അനുസരണക്കേടിന്റെ ഫലമാണ്. സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആത്മാവിനെ നൽകിക്കൊണ്ടാണ്. അന്ന് ആത്മാവിന് രോഗാതുരത ഉണ്ടായിരുന്നില്ല. നിഷ്പാപമായ അവസ്ഥയിലായിരുന്നു ആത്മാവ് എന്ന് ബൈബിൾ പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. ദൈവമോ, ദൈവം ആത്മാവാകുന്നു. ബൈബിളിൽ അനേക ഭാഗങ്ങളുണ്ട്, അതൊന്നും എടുക്കുവാൻ സമയം പോരാ. ദൈവം ആത്മാവാകുന്നു. ഈ ദൈവം തന്റെ ആത്മീക സമ്പർക്കത്തിനായിട്ട് ആത്മാവിനെ നൽകി ജീവൻ വെപ്പിച്ചാണ് മനുഷ്യനെ എഴുന്നേൽപ്പിച്ചത്. ആദ്യ മനുഷ്യൻ തന്നെ തനിക്ക് നൽകിയ ചിന്താ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്ത് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചത്. അതിന്റെ ഫലമാണ് പാപം. അങ്ങനെയാണ് ആദ്യ മനുഷ്യൻ പാപിയായി തീർന്ന് ദൈവവുമായുള്ള ആത്മബന്ധം നഷ്ടപ്പെടുത്തി ആത്മാവിന്റെ ശുഭത ഇല്ലാതാക്കി തീർത്തത്. ആദ്യ മനുഷ്യനായ ആദാമിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഏദം പർദീസയിലായിരുന്നപ്പോൾ ശുഭതയുള്ള ഒരു ആത്മാവ് ആദമിനുണ്ടായിരുന്നു. വെയിലാറുമ്പോൾ യഹോവയായ ദൈവം വന്ന് തന്നോടുകൂടെ ആ ഐക്യത, ആത്മാവിന്റെ സമാധാന ബന്ധമെന്ന ഐക്യത പങ്കിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ബൈബിളിൽ വായിക്കുവാൻ കഴിയും. പക്ഷേ പാപത്തോടുകൂടെ ആ സൗഭാഗ്യം നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് പഠിക്കുവാൻ, കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ ആത്മബന്ധം നഷ്ടപ്പെട്ടതാണ് ആത്മാവിന്റെ ശുഭത മനുഷ്യന് നഷ്ടപ്പെടുവാൻ ഇടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ആ ആദമിൽ നിന്നാണ് സകല മാനവജാതിയും ഉളവായത്. ഏത് ജാതിയിലായാലും, ഏത് മതത്തിലായാലും, ഏത് കുലത്തിലായാലും, ഏത് രാജ്യത്തായാലും, ഏത് കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യനായാലും ബൈബിൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ധന്യനായ പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ ആദാം ഒരുത്തലിൽ നിന്ന് മാനവജാതിയൊക്കെയും ദൈവം ഉളവാക്കി. നിസ്സംശയം അത് പറയുവാനായിട്ട് സാധിക്കും. ഒരു മാറ്റവുമില്ല. അതുതന്നെയാണ് ശരി. എന്നാൽ തർക്കിക്കുവാൻ ആളുണ്ട്. അങ്ങനെയല്ല, പരിണാമ സിദ്ധാന്തമടക്കം പലതും കൊണ്ടുവന്ന് മനുഷ്യന്റെ ഉൽപ്പത്തിയെ തെറ്റിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇന്നും ബൈബിളിൽ പറയുന്ന പല കാര്യങ്ങൾക്കും തെളിവുകൾ ലോകത്ത് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ദൈവത്തിന് സ്തോത്രം. പാപം മനുഷ്യന് ശുഭത നഷ്ടപ്പെടുത്തി. അനന്തരഫലം എന്താണ്? ആത്മീകമായ മരണം, ദൈവവുമായുള്ള ആത്മബന്ധം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ദൈവം പിന്നെ വിധിച്ചത് എബ്രായ ലേഖനകാരൻ വളരെ വ്യക്തമായിട്ട് 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചു. ഒരിക്കൽ മരണം, ആത്മാവും ശരീരവും തമ്മിൽ വേർപിരിയുന്ന അനുഭവം, മരണം.
ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് ആ ശരീരത്തെ എത്തിക്കുന്ന മരണം. പിന്നെ ഒരു ന്യായവിധി. ആ ന്യായവിധി പാപത്തിന്റെ ശിക്ഷയാണ്. ശുഭതയില്ലാത്ത ആത്മാവിന് ദൈവം നൽകുന്ന നിത്യമായ ശിക്ഷ, അർത്ഥാൽ നിത്യമായ മരണം. ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ആത്മിക മരണം. ദൈവത്തിന് സ്തോത്രം. പാപം നിമിത്തം ദൈവം ആ ആത്മാവിന്, പാപിയായ മനുഷ്യന്റെ ആത്മാവിന് എന്ത് വിധിച്ചു? ന്യായവിധി നിശ്ചയിച്ചു. ന്യായവിധി ശിക്ഷയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. മാത്രമല്ല, എന്തിന് ആത്മാവിനെ ശരീരത്തോടുകൂടെ തന്നെ ശിക്ഷിക്കുന്നു എന്നാണ് ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവായ യേശു മനുഷ്യനായി ഭൂമിയിൽ ഉണ്ടായിരിക്കെ മനുഷ്യവർഗത്തോട് ചോദിച്ചു. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യം, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ എന്ത് പ്രയോജനം? ദൈവത്തിന് സ്തോത്രം. ആത്മാവിനെ നഷ്ടമാക്കുന്ന മനുഷ്യൻ ശിക്ഷിക്കപ്പെടും. അവനെന്ത് പ്രയോജനം? എന്ത് നേട്ടം? എവിടെ വിജയം? ഇല്ല പ്രിയപ്പെട്ടവരെ, നരകത്തിയിലെ യാതനയാണ് കാത്തിരിക്കുന്നത്. ശുഭതയില്ലാത്ത ആത്മാവിന് കാത്തിരിക്കുന്നത് നരകത്തിയിലെ യാതനയാണ്, യാതനയാണ്, യാതനയാണ്. തർക്കിക്കേണ്ട കാര്യമില്ല. മതങ്ങളും അത് തന്നെ പറയുന്നു. സകല മതങ്ങളും പറയുന്നു. മനുഷ്യൻ പാപിയാണെന്ന് പറയുന്നു. പാപത്തിന് ശിക്ഷയുണ്ടെന്ന് പറയുന്നു. പാപത്തിന് പരിഹാരം വേണം, മോക്ഷം വേണം, മുക്തി വേണം, പാപമോചനം വേണം, കരുണ വേണം. പക്ഷേ വഴി മാത്രം ആർക്കും പറയാൻ കഴിയുന്നില്ല. വഴി പറയുന്ന ഒരേ ഒരു പുസ്തകം അത് ബൈബിൾ മാത്രമാണ്. ആ ബൈബിളിൽ ഉയർത്തി കാണിക്കുന്ന ക്രൂശിക്കപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു, അർത്ഥാൽ സത്യദൈവവും നിത്യജീവനുമായ കർത്താവായ യേശു ക്രിസ്തു, യേശു ക്രിസ്തു മാത്രമാണ് ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു ലോകൈക രക്ഷകൻ, ഏകരക്ഷകൻ. ദൈവത്തിന് മനുഷ്യർക്കും ഏക മധ്യസ്ഥൻ, മറുവിലയായി കൊടുത്ത, തന്നെത്താൻ നമുക്ക് വേണ്ടി മറുവിലയായി കൊടുത്ത കർത്താവായ യേശു ക്രിസ്തു. മറ്റൊരു രക്ഷകനില്ല. ആര് തർക്കിച്ചാലും കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുത്തേണ്ടത് തിരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മനുഷ്യനതൊക്കെ തിരുത്തുമോ? അറിയില്ല. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, ആ 8-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, തന്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്ത് വില കൊടുക്കും? മനുഷ്യൻ ഒന്നും കൊടുത്ത് അത് നേടാൻ സാധിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ജീവന് വേണ്ടി ഒന്നും കൊടുത്ത് നേടാൻ സാധിക്കുകയില്ല, പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, 49-ാം സങ്കീർത്തനത്തിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, സഹോദരൻ സഹോദരി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്. ദൈവത്തിന് സ്തോത്രം. അത് ഒരു നാളും ആരെക്കൊണ്ടും സാധിക്കില്ല. ഇവിടെയാണ് മനുഷ്യന്റെ പരാജയം, ഇവിടെയാണ് മനുഷ്യന്റെ കരം, ഇവിടെയാണ് ദൈവത്തിന്റെ പ്രസക്തി. മനുഷ്യനെ സൃഷ്ടിച്ച, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സർവജ്ഞാനിയായ, സർവവ്യാപിയായ, സർവശക്തനായ ദൈവത്തിന്റെ പ്രാധാന്യം ഇവിടെ വെളിവാവുകയാണ്. ഇവിടെയാണ് രണ്ട് കാര്യങ്ങളെ കാണുന്നത്. ഒന്ന്, പരാജിതനായ മനുഷ്യന്റെ അവസ്ഥ. ആത്മാവ് അശുഭതയിലേക്ക് പോയ പരാജിതനായ മനുഷ്യന്റെ അവസ്ഥ. രണ്ടാമത് കാണുന്നത് ഈ മനുഷ്യന് സൃഷ്ടാവായ ദൈവത്തിന്റെ കരുണ ആവശ്യമായിരിക്കുന്നു എന്നുള്ള നിസ്തുലമായ വസ്തുത. ദൈവത്തിന് സ്തോത്രം. പാപം മോചിച്ച് കിട്ടാതെ പരിഹാരമില്ല. പാപം മോചിപ്പിച്ച് കിട്ടാതെ ആത്മാവിന് ശുഭത വരികയില്ല, ആത്മാവ് ശുഭമായി തീരുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മാവിന്റെ ശുഭത ലഭിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവം തരുന്ന കൃപയ്ക്കൊത്തവണ്ണം ശുഭവും സുഖവുമായ അനുഭവങ്ങളിലൂടെ ജീവിതയാത്ര തുടരുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യം എത്രയോ വലുതാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അനേക കോടി ജനങ്ങൾ ഇന്നും ഈ ശുഭത ലഭിക്കാതെ, പണമുണ്ടായിട്ടും ആരോഗ്യമുണ്ടായിട്ടും ബലമുണ്ടായിട്ടും അധികാരമുണ്ടായിട്ടും ശുഭതയില്ലാതെ ജീവിതയാത്ര തുടരുകയാണ്. സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ കഴിയാത്ത പട്ടുമെത്തകൾ
ഈ ലോകത്തെവിടെയും കാണുവാൻ സാധിക്കും. സമാധാനത്തോടെ സ്നേഹിച്ചു പങ്കുവെക്കാൻ കഴിയാത്ത ജീവിതങ്ങളെ ലോകത്തെവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അനുസരണക്കേടിന്റെ ഫലം മനുഷ്യന് സംഭവിച്ച പരാജയം. ദൈവത്തോടുള്ള അനുസരണക്കേടിന്റെ ഫലമാണ് ആത്മാവിന്റെ ശുഭത നഷ്ടപ്പെടുത്തിയത്. ആരൊക്കെ അനുസരിച്ചിട്ടുണ്ടോ അവരൊക്കെ ആ ശുഭതയിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റെ ചിന്താഗതി പാപത്തിനു വേണ്ടി അല്ലെങ്കിൽ മോക്ഷത്തിനു വേണ്ടി മുക്തിക്ക് വേണ്ടി സ്വന്തം പ്രവൃത്തി കൊണ്ട് സാധ്യമാകുമെന്ന ക്രിസ്ത്യാനികൾ പോലും അത് പറയും. ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണ്, ദൈവം അത് സ്വീകരിക്കും, ദൈവം അത് പരിഗണിക്കും, ദൈവം അതിനെ കണക്കിടും, ഞങ്ങളത് വിശ്വസിക്കുന്നു എന്ന് അനേകർ പറയാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ചിന്ത അങ്ങനെയുള്ള മനുഷ്യന്റെ ചിന്തകൾ കൊണ്ട് സാധിക്കുമോ? പലരും വിചാരിക്കുന്നത് പാപത്തിന്റെ ചിന്ത നീങ്ങിയാൽ രക്ഷപ്പെടാമെന്നാണ്. പാപത്തിന്റെ ചിന്ത നീങ്ങിയാൽ രക്ഷപ്പെടുകയില്ല. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി ഒരു ഈശ്വരഭക്തനായിരുന്നു. ബൈബിൾ ഒരുപാട് വായിക്കുന്നയാളായിരുന്നു. ഞാൻ ചിന്തിക്കുന്നത് ബൈബിളിൽ നിന്ന് ഉൾക്കൊണ്ട ആശയമാണ് തന്റെ അഹിംസാ സിദ്ധാന്തത്തിന് കാരണമായി തീർന്നതെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ മഹാത്മാഗാന്ധിയുടെ ആശയലോകം എന്നൊരു പുസ്തകമുണ്ട്. ഈ പുസ്തകം വായിച്ചാൽ അതിന്റെ 56-ാം പേജിലെ ഒരു തലക്കെട്ടുണ്ട്, പാപം പാപി എന്ന തലക്കെട്ട. എല്ലാം പറയാൻ സമയമില്ല. അത് റിസർച്ച് ചെയ്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗാന്ധിയൻ സ്റ്റഡീസ് റിസർച്ചിലെ ഡോക്ടർ ആർസു റിസർച്ച് ചെയ്ത് അത് എഴുതിയ പുസ്തകമാണ് ഗാന്ധിജിയുടെ ആശയലോകം. ഇവിടെ ഗാന്ധിജിയുടെ അഭിപ്രായം, ബൈബിൾ വായിച്ച മനുഷ്യനാ, യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിച്ച മനുഷ്യനാ, പക്ഷെ അവിടെ എഴുതി വച്ചിരിക്കുന്ന ഇതാണ് അദ്ദേഹത്തിന്റെ ആശയം. മഹാത്മാഗാന്ധിയുടെ, എന്റെ പാപങ്ങളുടെ അനന്തര ഫലങ്ങളിൽ നിന്ന് മുക്തി നേടണമെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, പാപം ചെയ്യാനുള്ള ചിന്തയിൽ നിന്ന് മോചനം നേടണമെന്നാണ് അഭിലഷിക്കുന്നത്. ഇതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ചിന്ത എങ്ങനെയാണ്? ഇതെല്ലാം പഠിച്ചു. ഇവിടെയാണ് പരാജയം. മഹാത്മാഗാന്ധിയെക്കുറിച്ച് രക്ഷിക്കപ്പെട്ട് കാണുമെന്ന് പറയുന്നവരുണ്ട്, രക്ഷിക്കപ്പെട്ടില്ല എന്ന് നിസ്സംശയം പറയുന്നവരുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന്റെ ഈ ആശയമാണെങ്കിൽ ഒരിക്കലും ബൈബിളുമായിട്ട് യേശുക്രിസ്തുവുമായിട്ട് ഒത്തുപോകുകയില്ല. ബൈബിൾ വായിച്ചു, ബൈബിൾ പഠിച്ചു, അതിലെ ആശയ മാതൃകകളെ, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ മാതൃകകളെ താൻ പിൻപറ്റിയിട്ടുണ്ടാകാം. പക്ഷേ യേശുക്രിസ്തുവിനുള്ള ആത്മരക്ഷ വിശ്വാസത്താൽ താൻ സ്വീകരിച്ചില്ല എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അനേകർ അങ്ങനെയാണ്, ഇന്നും അനേകർ അങ്ങനെയാണ്. ബൈബിൾ വായിക്കും, ബൈബിളിലെ ആശയങ്ങൾ എടുക്കും, പ്രസംഗിക്കും, പ്രവർത്തിക്കും, ബൈബിളിലെ കാര്യങ്ങൾ ശരിയാണെന്ന് സമ്മതിക്കും. പക്ഷേ ബൈബിളിന്റെ ആത്യന്തിക സത്യമായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള പാപമോചനം, നീതീകരണം, ആത്മാവിന്റെ ശുഭത, അതിനെക്കുറിച്ച് മനുഷ്യൻ തീരുമാനമെടുക്കാൻ കഴിയാതെ മുന്നോട്ട് പോവുകയാണ്. മനുഷ്യവർഗമേ, 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, പാപചിന്ത സ്വയം മാറ്റാൻ ശ്രമിച്ചാൽ പരാജയപ്പെടും. ചിന്ത കൊണ്ട് കാര്യമില്ല. കാരണം റോമാലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലനായ ധന്യനായ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോമാലേഖനം 7-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ചിന്ത മാറ്റിയാൽ, ചിന്തയെ നിയന്ത്രിച്ചാൽ രക്ഷപ്പെടുമോ? ഇല്ലേ ഇല്ല. റോമാലേഖനം 7-ാം അധ്യായം 18-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട്, ആഗ്രഹം എനിക്കുണ്ട്, പക്ഷേ പ്രവർത്തിക്കുന്നതോ ഇല്ല. മനുഷ്യന്റെ പരാജയമാണ് ഇവിടെ കാണിക്കുന്നത്. ഈ താല്പര്യം വെറും ചിന്തയാണ്, പക്ഷേ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. പ്രവർത്തിക്കുന്നത് ഘടകവിരുദ്ധമാണ്. എന്താണ് കാരണം? അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി വിവരിക്കുന്നു. അതായത് ആത്മാവിന് ശുഭത വരാത്തതാണ് ഈ ദുരന്തത്തിന് കാരണം. മാത്രമല്ല, റോമാലേഖനം 7-ാം അധ്യായത്തിൽ തന്നെ 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നതെന്ന് വീണ്ടും കാണുന്നു. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. ദൈവത്തിന് സ്തോത്രം.
പാപത്തിന്റെ ശക്തി വെറും ചിന്ത കൊണ്ട് മാറ്റുവാൻ സാധിക്കുകയില്ല. ചിന്തയ്ക്ക് മീതെ മനുഷ്യനെ കടിഞ്ഞാണിട്ട് നിയന്ത്രിച്ച് തെറ്റായ വഴികളിലേക്ക് കൊണ്ടുപോകുന്ന, ദൈവചിന്തയിൽ നിന്ന് അകറ്റുന്ന, കൊള്ളരുതായ്മയിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നാണ് പാപം. പാപത്തിന്റെ സ്വാധീന ശക്തി. പാപം വസിക്കുന്നുവെങ്കിൽ നന്മ ചെയ്യാൻ മനുഷ്യന് കഴിയുകയില്ല. എന്തുകൊണ്ടാ ഈ ലോകത്ത്? ഇതാ കാരണം. നന്മ ചെയ്യാൻ ആഗ്രഹിച്ച ഭരണാധികാരികൾ, മത നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, സാമ്പത്തിക പ്രത്യയശാസ്ത്രക്കാർ, കർമ്മകാണ്ഡങ്ങളുടെ ആളുകൾ എല്ലാം നന്മയെക്കുറിച്ചാണ് എഴുതുന്നത്. പക്ഷേ ഒടുവിൽ നമ്മൾ കേൾക്കുന്ന വാർത്ത, ഈ നന്മയെക്കുറിച്ച് എഴുതിയവരെല്ലാം തിന്മ പ്രവർത്തിച്ച് കൊള്ളരുതാത്തവരായി തീർന്നു. ഒന്നുകിൽ ജയിലടിയിൽ, അല്ലെങ്കിൽ ജനത്താൽ നിന്ദിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതർ. ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? പാപത്തിന്റെ സ്വാധീന ശക്തി അത്ര വലുതാണ്. പാപങ്ങളുടെ അനന്തര ഫലമായ ശിക്ഷാവിധിയിൽ നിന്ന് മോചനം ലഭിച്ചാലേ, അർത്ഥാൽ പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചാലേ എന്ത് സാധിക്കുകയുള്ളൂ? ഇതിൽ നിന്ന് രക്ഷ നേടുവാൻ സാധിക്കുകയുള്ളൂ. അർത്ഥാൽ ആത്മാവിന്റെ രക്ഷ, ആത്മരക്ഷ, പാപത്തിൽ നിന്നുള്ള മോചനം പ്രാപിച്ചാൽ മാത്രമേ പാപം ചെയ്യുവാനുള്ള ചിന്തയെ, പ്രവൃത്തിയെ അതിജീവിക്കുവാൻ കഴിയുകയുള്ളൂ. ചിന്തിക്കാം, പക്ഷേ ചിന്തയ്ക്ക് മീതെ പാപത്തിന്റെ പ്രവൃത്തികൾ മനുഷ്യനെ മൂടി നാശയോഗ്യരാക്കി തീർക്കും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പാപം നിലനിൽക്കുമ്പോൾ പാപത്തിനടിമയാണ്. പാപത്തിന് മോചനമില്ലാതെ ആ അടിമത്വത്തിൽ നിന്ന് രക്ഷ നേടുവാൻ എത്ര ചിന്തിച്ചിട്ടും കാര്യമില്ല. ഗാന്ധിജി ജീവിതം കൊണ്ട് മാതൃകയായിരുന്നു, പക്ഷേ ആത്മീയമായി പരാജയപ്പെട്ടത് അവിടെയാണ്. ആത്മീയമായി പരാജയപ്പെട്ടത് അവിടെയാണ്. ക്രിസ്തുവിന്റെ ആശയങ്ങളെ, മാതൃകകളെ പിൻപറ്റിയിട്ടുണ്ട്, തർക്കമില്ല. പക്ഷേ ചിന്തയിൽ നിന്ന് പ്രവൃത്തിയിലേക്ക്, വിശ്വാസത്തിലേക്ക് തനിക്ക് വരുവാൻ സാധിച്ചില്ല. അതാണ് ഈ ചിന്ത കൊണ്ട് മതിയെന്ന അദ്ദേഹത്തിന്റെ ചിന്താഗതി തികച്ചും തെറ്റാണ്. ഇന്ന് ലോകത്ത് അനേക മനുഷ്യർ, മതങ്ങളിൽ അനേക മനുഷ്യർ ഈ ചിന്താഗതിയാണ് പുലർത്തുന്നത്. പക്ഷേ ആ ചിന്താഗതി കൊണ്ട് ഒരു ഗുണവുമില്ല. ആ ചിന്താഗതി കൊണ്ട് മനുഷ്യന് യാതൊരു പ്രയോജനവുമില്ല എന്ന് കാണുവാൻ സാധിക്കും. ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം നേടുക അഥവാ ആത്മരക്ഷ പ്രാപിക്കുക എന്നതാണ് പരമപ്രധാനം. അതിനപ്പുറം ഒന്നുമേയില്ല. ഗാന്ധിജി ഇക്കാര്യം അംഗീകരിച്ചതിന് ഒരു ഗ്രന്ഥത്തിലും തെളിവില്ല. അദ്ദേഹം അത് അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തുമായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി എഴുതിയ പുസ്തകങ്ങളിൽ അതൊരു രേഖയായി ചരിത്രത്തിലേക്ക് വരുമായിരുന്നു. പക്ഷേ തെളിവില്ല പ്രിയപ്പെട്ടവരെ. തെളിവില്ല എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടില്ല എന്നൊരു ദൗർഭാഗ്യം മാത്രം ജീവിതത്തിൽ കടന്നുപോയി. മറിച്ച് സംഭവിച്ചതായും എനിക്കറിയില്ല. പാപം നിലനിൽക്കുന്നിടത്തോളം ആത്മാവ് എന്തായിരിക്കില്ല? ശുഭം ആകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പാപം നിലനിൽക്കുന്നിടത്തോളം ആത്മാവ് ശുഭമാകുന്നില്ല. റോമാലേഖനം 6:20 നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. പാപം വസിക്കുമ്പോൾ പാപത്തിന്റെ സ്വാധീനമാണ്. ചിന്തയ്ക്കും പ്രവർത്തിക്കും സ്വാതന്ത്ര്യമില്ല. സ്വാതന്ത്ര്യമുള്ളത് ഏതിൽ നിന്നാ? ദൈവ നീതിയിൽ നിന്നാണ്. അതുകൊണ്ട് പാപത്തിന്റെ ശിക്ഷയ്ക്ക് മാറ്റം വരുന്നില്ല. 6:22 വായിക്കുവാൻ സാധിക്കും. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചാൽ ദൈവനീതിക്ക് കീഴ്പ്പെട്ട് ദൈവത്തിന് ദാസന്മാരായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഇതാണ് ആത്മാവിന്റെ ശുഭകരമായ അവസ്ഥ. ഏതാ? ഒരിക്കൽ കൂടെ ഓർപ്പിക്കാം. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചാൽ ദൈവനീതിക്ക് കീഴ്പ്പെടും. നേരത്തെ എവിടാ? ദൈവനീതിയിൽ നിന്നാണ് സ്വാതന്ത്ര്യം. പാപത്തിന്റെ അടിമത്വമാ. എന്നാൽ ആ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട് ദൈവനീതിയുടെ ആ ചരടിലേക്ക്, ചങ്ങലയിലേക്ക് വരുന്നുവെങ്കിൽ എന്ത് ചെയ്യുവാൻ സാധിക്കും? ദൈവത്തിന് ദാസന്മാരായിത്തീരും. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെടും. ആത്മാവിന്റെ ആ ശുഭതയിൽ നിന്ന് ആത്മാവ് ശുഭമായി തീരും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ആത്മാവ് ശുഭമായി തീർന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എന്താണ് പ്രശ്നം? എന്റെ പ്രശ്നം എന്താണ്? ഒരു കാലത്ത് 2010 മുമ്പ് 2009 പുറകോട്ട് ഇങ്ങനെ ചിന്തിച്ചവനാണ്. എന്താണ് എന്റെ പ്രശ്നം? എന്റെ പ്രശ്നം എങ്ങനെ മാറും? നേർച്ചകൾ, കാഴ്ചകൾ, ഫലമില്ല. പണം മുടക്കുന്നു, ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നു, കർമ്മങ്ങൾ, പൂജകൾ, മന്ത്രങ്ങൾ,
കഥ വിവരിപ്പാൻ സമയം പോലെ, പക്ഷേ പ്രയോജനമുണ്ടായില്ല. 2010 ഫെബ്രുവരിയിൽ ഈ പരമമായ സത്യം ദൈവദാസനിലൂടെ കേട്ടപ്പോൾ ചങ്കുപിടഞ്ഞു. ആ രാത്രി വാടക വീടിന്റെ അകത്തളത്തിൽ ഇരുന്ന് ഈ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാനൊരു പാപിയാണ്. ഈ പാപത്തിൽ നിന്ന് എനിക്ക് രക്ഷ വേണം, എനിക്ക് സമാധാനം വേണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ പോകുന്ന വഴി ശരിയല്ല, ശരിയായ വഴി എനിക്ക് കാണിച്ചില്ല. ദൈവത്തിന് ആ രാത്രി ഞാൻ ഏറ്റുപറഞ്ഞ് കർത്താവിനെ സ്വീകരിച്ച രാത്രി, ആദ്യദാനമായി ആത്മാവിനെ ലഭിച്ചപ്പോൾ ആത്മനിറവ് കൊണ്ട് ആ രാത്രി ഞാൻ സന്തോഷിച്ച ഒരു രാത്രി. ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുമ്പോൾ, ആത്മാവിന് ശുഭത വരുമ്പോൾ, പഴയ സമാധാന ബന്ധം, ആത്മാവിന്റെ സമാധാന ബന്ധം പുനഃസ്ഥാപിക്കും. ആദ്യദാനമായ ആത്മാവ് കടന്നു വരും. അത് അനുഭവിക്കുമ്പോഴേ അതിന്റെ ശക്തി മനസ്സിലാക്കുവാൻ സാധിക്കും. അതനുഭവിക്കുന്നവർ കർത്താവിന് വേണ്ടി അക്ഷീണം അടരാടും, കർത്താവിന് വേണ്ടി പടനിലങ്ങളിലൂടെ ഓടും, കർത്താവിന് വേണ്ടി പോരാടും. പ്രതികൂലങ്ങളെ അവഗണിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി പോകും. കാരണം മുൻപടയായി പിൻപടയായി അഗ്നിമയ രഥങ്ങളുമായി കർത്താവ് അയക്കും. ഒരുത്തനും തൊടുവാൻ അനുവദിക്കുകയില്ല. അഥവാ തൊട്ടാൽ അതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവനാമം മഹത്വപ്പെടും. ഇല്ലെങ്കിൽ അനേകർ ഈ ക്രിസ്തുവിനെ അറിയും. ദൈവത്തിന് സ്തോത്രം. ആത്മാവ് ശുഭമായിരിക്കും. അതിന് പാപത്തിന്റെ മോചനം തന്നെയാണ് ആവശ്യം. മൂന്നാമത്തെ ഭാഗം ഞാൻ അങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുക. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. വായിച്ചു സോര. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. പാപമുണ്ടെങ്കിൽ പാപത്തിന്റെ കർത്തൃത്വം മനുഷ്യനുണ്ട്. അതിൽ നിന്നുള്ള രക്ഷയാണ് ആവശ്യം. ആത്മാവിന്റെ ശുഭതയ്ക്ക് അതിനാവശ്യം പാപമോചനമാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 16-ാം വാക്യത്തിൽ കർത്താവ് ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് പരീശന്മാരുടെ കൂട്ടത്തിലുള്ള ശാസ്ത്രിമാർ കണ്ടിട്ട് കർത്താവിന്റെ ശിഷ്യന്മാരെ ചോദ്യം ചെയ്യുകയാണ്. ഇത് കേട്ട യേശു അതിന് മറുപടി പറഞ്ഞു. മർക്കോസ് 2:17, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടി അത്രേ വന്നത്. ദൈവത്തിന് സ്തോത്രം. പാപരോഗമുള്ള ആത്മാവിന് അശുഭതയുള്ള പാപരോഗ മനുഷ്യനാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഗിലെയാദിലെ നല്ല വൈദ്യനായ കർത്താവിനെ കൊണ്ട്, പാപവിമോചകനായ ലോകൈക രക്ഷകനായ ഏകമധ്യസ്ഥനായ കർത്താവായ യേശുക്രിസ്തുവിനെ കൊണ്ട് ആവശ്യം പാപികൾക്കാണ്. ദൈവത്തിന് സ്തോത്രം. പാപികൾക്കാണ്. പാപത്തിന്റെ ശമ്പളം മരണം. പരിഹാരമെന്ത്? നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാനാണ് കർത്താവായ യേശുക്രിസ്തു വന്നത്. പാപത്തിന്റെ ശമ്പളം മരണം. പരിഹാരമെന്ത്? നിത്യന്യായവിധി, നരകം. പരിഹാരമെന്ത്? പാപമില്ലാത്ത മനുഷ്യൻ രക്തം ചൊരിഞ്ഞ് പാപിക്ക് വേണ്ടി മരിക്കണം. അതാണ് ദൈവനീതി. പാപമില്ലാത്ത മനുഷ്യൻ രക്തം ചൊരിഞ്ഞ് മരിക്കണം. രക്തം ചൊരിയാതെ വിമോചനമില്ല എന്ന ദൈവനീതി നിവർത്തിക്കപ്പെടണം. പാപിയായ മനുഷ്യന്റെ രക്തം ചൊരിഞ്ഞിട്ട് കാര്യമില്ല. അവിടെയാണ് ക്രിസ്തു എന്ന ഏകരക്ഷകൻ ലോകത്തിന്റെ മധ്യത്തിൽ പ്രവർത്തിച്ചത്. അവിടെയാണ് ദൈവത്തിന്റെ നിസ്തുല്യമായ സ്നേഹം കാൽവരിയിലെ ക്രൂശിൽ പ്രദർശിപ്പിക്കപ്പെട്ടത്. അവിടെയാണ് നിത്യനായ സത്യദൈവം, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ സാക്ഷാൽ ദൈവമായ കർത്താവായ യേശുക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. പാപിയായ മനുഷ്യവർഗത്തിന് പാപത്തിൽ നിന്ന് പരിഹാരം വരുത്തുവാൻ, പാപിയായ മനുഷ്യന് വേണ്ടി പാപമില്ലാത്ത മനുഷ്യൻ പാപമില്ലാത്ത രക്തം ചൊരിഞ്ഞ് മരിക്കുക തന്നെ വേണം. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനായ യേശു മനുഷ്യനായി വിളങ്ങി തന്റെ പുരുഷത്വത്തിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ ഭാണ്ഡക്കെട്ടുകൾ ചുമന്ന് പാപത്തിന്റെ ശമ്പളമായ മരണം ആസ്വദിച്ച് ക്രൂശിൽ യാഗാർപ്പണം നടത്തി മനുഷ്യവർഗത്തിന് വേണ്ടി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, പാപമില്ലാത്ത മനുഷ്യൻ രക്തം ചൊരിഞ്ഞ് മരിക്കും. കർത്താവായ യേശുക്രിസ്തു
കാൽവരിയിൽ രക്തം ചൊരിഞ്ഞു. പാപമില്ലാത്ത പുണ്യാഹ രക്തം, അവസാന തുള്ളി രക്തം വരെയും മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടി, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, ഈ സർവ്വലോകത്തിനും വേണ്ടി, യേശുക്രിസ്തുവിനെ തള്ളിക്കളയുന്ന ഓരോരുത്തർക്കും വേണ്ടി, യേശുക്രിസ്തുവിനെ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, യേശുക്രിസ്തുവിനെ ദൈവമായി കാണാത്തവർക്ക് വേണ്ടി, അറിഞ്ഞിട്ടും ദൈവമാണെന്ന് അറിഞ്ഞിട്ടും വിശ്വസിക്കാത്തവർക്ക് വേണ്ടി യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ രക്തം ചിന്തി മരണം ആസ്വദിച്ചു. ദൈവത്തിന് സ്തോത്രം. പാപമില്ലാത്ത മനുഷ്യൻ രക്തം ചൊരിഞ്ഞ് മരിക്കണം. പാപമില്ല മനുഷ്യനെ കൊണ്ട് അസാധ്യമായ കാര്യം ദൈവത്തിന് സാധ്യമായി. ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതാരം ചെയ്ത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ ഭാണ്ഡക്കെട്ടുകൾ പേറി ആ മലക്കുരിശിൽ അണികളാൽ ബന്ധിക്കപ്പെട്ട്, തലയിൽ മുൾക്കിരീടം ചൂടപ്പെട്ട്, കോലുകൊണ്ട് ആഞ്ഞടിച്ച് രക്തം ധാരധാരയായി ഒഴുകപ്പെട്ടവനായി മുമ്പ് അവിടെ ഏറ്റ അടികളുടെ പാടുകൾ കൊണ്ട് വിരൂപമാക്കപ്പെട്ട ആ ശരീരം, ഉഴവുചാലുകൾ പോലെ കീറപ്പെട്ട ശരീരം, ധാരധാരയായി ഒഴുകുന്ന രക്തം, ഒടുവിൽ വിലാപ്പുറത്ത് കുത്തി, പിന്നെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഒടുവിൽ നിവർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവിനെ പിതാവായ ദൈവത്തിന്റെ തൃക്കൈയിൽ ഏൽപ്പിച്ച് മനുഷ്യത്വത്തിൽ പ്രാണന വിട്ട് പാപത്തിന്റെ ശമ്പളമായ മരണം അനുഭവിച്ചു തീർത്തത് പ്രിയപ്പെട്ടവരെ സർവ്വലോകത്തിനും വേണ്ടിയാണ്. അഖില ലോക മാനവജാതിക്ക് ആകെ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ, ആത്മാവിന് ശുഭത വരുവാൻ വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ കാര്യം, പാപിയായ മനുഷ്യവർഗത്തിനു വേണ്ടി നീതിമാൻ മരിക്കണം. റോമാലേഖനത്തിൽ എന്താ പറയുന്നത്? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. ഞാൻ നേരത്തെ ഓർപ്പിച്ചു, ആദ്യ മനുഷ്യൻ ആദാമിൽ നിന്ന്, അവൻ ഒരുത്തൽ നിന്ന് മാനവജാതി ഒക്കെയും വന്നു. അതുകൊണ്ട് എല്ലാവരും പാപികൾ. വിവരിപ്പാൻ സമയം പോരാ. നീതിമാനായ ക്രിസ്തു നീതികെട്ട മനുഷ്യവർഗത്തിനു വേണ്ടി മരിച്ചു. രോഗാതുരമായ മനുഷ്യന്റെ ആത്മാവിന് സൗഖ്യം നൽകി ശുഭമാക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു നീതിമാനായിരുന്നവർ കാൽവരിയിൽ മരിച്ചു. ഭൂമിയിലായിരുന്നപ്പോൾ, വിധിക്കപ്പെട്ടപ്പോൾ, ക്രൂശിക്കപ്പെട്ടപ്പോൾ അനേക സാക്ഷ്യങ്ങൾ, കർത്താവിനെതിരെ നിന്ന, കർത്താവിനെ ക്രൂശിച്ച, കർത്താവിനോട് മറുത്തു നിന്ന, കർത്താവിനെ കൊല്ലുവാൻ ഗൂഢാലോചന നടത്തിയവർ തന്നെ സാക്ഷ്യം പറഞ്ഞു. പീലാത്തോസ് പറഞ്ഞു, പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു, ഹെരോദാവ് പറഞ്ഞു, ശതാധിപൻ പറഞ്ഞു. മാത്രമല്ല, ആദ്യം നിന്ദിച്ചിട്ട് ക്രൂശിലെ ഒരു കള്ളൻ രണ്ടാമത് സാക്ഷ്യം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദ പറഞ്ഞു, കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ കാണിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. നീതിമാൻ. പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ, പിന്നെ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ, പൗലോസ്, പത്രോസ്, ഇങ്ങനെ എത്രയെത്ര സാക്ഷ്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് തീരും. നമ്മൾ ഇന്ന് ഓരോരുത്തരും സാക്ഷ്യം പറയുകയല്ലേ പ്രിയപ്പെട്ടവരെ? യേശു ക്രിസ്തു നീതിമാനായിരുന്നു. നീതിമാനായ യേശു ക്രിസ്തു നീതികെട്ട മനുഷ്യവർഗത്തിനു വേണ്ടി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു. മൂന്നാം നാൾ പാപത്തെയും മരണത്തെയും തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഓരോ ദിവസവും പറയുക, ഇന്ന് ഈ വാത്സല്യ സഹോദരനൊക്കെ കവലയിൽ നിന്ന് തൊണ്ട പൊട്ടി വിളിച്ചു പറഞ്ഞു, ഈ നീതിമാനായ ക്രിസ്തു നീതികെട്ട മനുഷ്യവർഗത്തിനു വേണ്ടി, നിനക്ക് വേണ്ടിയാണ് ക്രൂശിൽ യാഗമായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. യേശു പാപിയായ മനുഷ്യവർഗത്തിനു വേണ്ടി നീതിമാൻ മരിക്കണം. നീതിമാനായ യേശു ക്രിസ്തു പാപമറിഞ്ഞിട്ടില്ല, പാപം ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിനെ പാപമാക്കി. യേശു ക്രിസ്തു ഒരിക്കലും പാപിയായില്ല, പക്ഷേ നമുക്ക് വേണ്ടി പാപമാക്കി ക്രൂശിൽ മരണത്തിന്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആത്മാവിന്റെ ശുഭത വരുവാൻ ഈ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ സാധിക്കില്ല. മറ്റൊരു മാർഗവുമില്ല, മറ്റൊരു രക്ഷാമാർഗമില്ല, മറ്റൊരു രക്ഷാ സന്ദേശമില്ല. പാപത്തിനു വേണ്ടി അനേക സന്ദേശങ്ങൾ ലോകത്തുണ്ട്. അനവധിയായ മതങ്ങൾ അനേക സന്ദേശങ്ങൾ പാപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പരിഹാരത്തിന് പല മാർഗങ്ങൾ പറയുന്നുണ്ട്, കർമ്മങ്ങൾ പറയുന്നുണ്ട്, ദാനങ്ങൾ പറയുന്നുണ്ട്, പ്രവൃത്തികൾ പറയുന്നുണ്ട്, ശരീരത്തെ ദണ്ഡിപ്പിക്കുവാൻ പറയുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് പരാജയമില്ല. നിങ്ങൾ പരിശ്രമിച്ച് നോക്കുക, ഫലം കിട്ടുമായിരിക്കും. ചെയ്തു നോക്കുക. ഇത് ചെയ്തില്ലെങ്കിൽ അടുത്തത് ചെയ്യുക. ദൈവത്തിന് സ്വന്തനാൾ ബൈബിൾ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. ഞാൻ നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടി അത്രേ വന്നത്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതാണ് ആത്മാവിന്റെ ശുഭത.
നേരത്തെ ഓർപ്പിച്ചു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. റോമർ 6:23. ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ. ഈ നിത്യജീവൻ ലഭിക്കുന്ന ആത്മാവിനെ എന്തുണ്ടാവൂ? ശുഭത കൈവരികയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നിത്യജീവൻ പ്രാപിക്കുന്ന ആത്മാവിന് മാത്രമേ ശുഭത വരികയുള്ളൂ, അല്ലെങ്കിൽ ആത്മാവിന് ശുഭത ഉണ്ടാവുകയില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുഭത ദൈവം നമുക്ക് നൽകി, ദാനമായി നൽകി. വിശ്വസിച്ചു എന്നൊരൊറ്റ കാര്യം, വിശ്വസിക്കുവാനും നമ്മുടെ അന്തരംഗത്തിൽ ക്രിയ ചെയ്തത് ത്രിയേക ദൈവത്തിന്റെ മൂന്നാമത്തെ ആളത്വമായ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രേരണ ഹൃദയത്തിൽ വന്നതുകൊണ്ടാണ് എനിക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞത്. ദൈവങ്ങൾക്ക് വല്ല കുറവുണ്ടോ? ദൈവമെന്ന പേരുള്ള സങ്കല്പങ്ങൾക്ക് കുറവുണ്ടോ? ഐതിഹ്യങ്ങൾക്ക് കുറവുണ്ടോ? വിഗ്രഹങ്ങൾക്ക് കുറവുണ്ടോ? പക്ഷേ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഈ നിത്യജീവൻ ലഭിക്കുന്നതാണ് ആത്മാവിന്റെ ശുഭത. നിത്യജീവനെ കുറിച്ചിരിക്കുന്നത് പലരും ചിന്തിക്കുന്നത് ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് അവസാനിക്കും. ക്രിസ്ത്യാനികൾ പോലും തർക്കിക്കാറുണ്ട്, ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് ഇല്ല. മരണത്തിനപ്പുറം ബൈബിൾ വ്യക്തമായി ഓർപ്പിക്കുന്ന എല്ലാ സത്യങ്ങളും സത്യമായിരിക്കെ ദൈവനിശ്വസ്യമായ ബൈബിൾ വെളിപ്പെടുത്തുകയാണ്. മരണത്തിനപ്പുറം ഒന്നുകിൽ നിത്യജീവൻ, ഇല്ലെങ്കിൽ നിത്യന്യായവിധി. ദൈവത്തിന് സ്തോത്രം. അശുഭമായ ഏതാത്മാവിനെയും ന്യായം വിധിക്കും. ആത്മാവ് ശുഭതയിലേക്ക് വരാതെ മരണമൊഴിയായി മാറ്റപ്പെട്ടാൽ ആ സ്ഥാനത്തേക്കാണ് പോകുന്നത്. ഒരു തർക്കവുമില്ല, തർക്കിച്ചിട്ടും കാര്യമില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ട് ആ ശുഭത പ്രാപിച്ച് നിത്യജീവൻ ഓഹരിക്കാരായി തീർന്നാൽ സ്വർഗത്തിലേക്ക് കടന്നു പോകുവാൻ ഇടയായിത്തീരുന്നു. റോമാലേഖനം 10:9-10 വാക്യങ്ങളിൽ വ്യക്തമായി ധന്യനായ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് ദൈവസന്നിധിയിൽ നീതിക്കായി, വായ്കൊണ്ട് ദൈവസന്നിധിയിൽ രക്ഷയ്ക്കായി ഏറ്റുപറയും. ദൈവത്തിന് ഇതല്ലാതെ വേറൊരു രക്ഷാമാർഗമില്ല. എവിടെ പോയി മെഴുകുതിരി കത്തിച്ചിട്ടും കാര്യമില്ല, എവിടെ പോയി വിളക്ക് കത്തിച്ചിട്ടും കാര്യമില്ല, ശരീരത്തെ ദണ്ഡിപ്പിച്ചിട്ടും കാര്യമില്ല, എവിടൊക്കെ അലഞ്ഞിട്ടും കാര്യമില്ല. എത്രയോ ഇടത്തലഞ്ഞലഞ്ഞലഞ്ഞ് സമാധാനമില്ലാതെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്ന സാധുവായ ഒരു മനുഷ്യനാ ഞാൻ. പ്രിയപ്പെട്ടവരെ, ഒരു രാത്രി അതിന് മാറ്റം വന്നു. എങ്ങനെ മാറ്റം വന്നി? ദിവസങ്ങളോളം കേട്ട സുവിശേഷം, മാറി മാറി പറഞ്ഞ സുവിശേഷം അന്തരംഗത്തിലേക്ക് ചെന്നപ്പോൾ പാപം, നീതി, ന്യായവിധി, പാപം, നീതി, ന്യായവിധി ഹൃദയത്തിന്റെ അന്തരംഗങ്ങളിൽ ചിന്തിക്കുവാനിടയായിത്തീർന്നു. മാത്രമല്ല, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് സമാധാനം. മാത്രമല്ല, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ യേശു ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹം. അതുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. ശിക്ഷാവിധി മാറിക്കിട്ടും, നരകം മാറിക്കിട്ടും. കുഞ്ഞുനാളിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പാപിയല്ലാതൊരു നരനും ഭൂതലത്തിലില്ല, നരകവാരുതിയിൽ തന്നെ കരകയറ്റണമേ. ഇത് ഭഗവാൻ ഏതൊക്കെ പേരാണോ എന്തോ ഓർമ്മയില്ല, എത്രയോ ചൊല്ലിയിരിക്കുന്നു. പിന്നെ ഒരു കൂട്ടരെ പറഞ്ഞു, പാപിയാ എന്നോട് കരുണ തോന്നണമേ, കരുണ തോന്നണമേ. ഞാൻ അവരോട് പറഞ്ഞു, അവര് പറഞ്ഞു എന്റെ എനിക്ക് കരുണ കിട്ടണം. എവിടാ മധ്യസ്ഥൻ? ഏക മധ്യസ്ഥൻ, ഏക രക്ഷകൻ. ദൈവത്തിന് സ്തോത്രം. ഈ മനുഷ്യനോട്, ഈ മനുഷ്യനായി വന്ന ഈ ദൈവത്തോട് നേരിട്ടങ്ങ് പറഞ്ഞാൽ മതി, ദൈവമേ, ഞാനൊരു പാപിയാണ്, ഞാൻ സമ്മതിക്കുന്നു, എനിക്ക് മനസ്സിലായി, എനിക്ക് സമാധാനമില്ല, സന്തോഷമില്ല, പാപം എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? പാപം എന്നെ ബന്ധിച്ചിരിക്കുന്നു. പാപത്തിന്റെ അടിമത്വത്തിലാണ് ഞാനത് മനസ്സിലാക്കുന്നു. ഞാനൊരു പാപിയാണ്. ദൈവമേ, എനിക്ക് വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ ദൈവം മനുഷ്യനായി വന്ന് കർത്താവായ യേശു ക്രിസ്തു മരണമാസ്വദിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അതെനിക്ക് വേണ്ടിയാണ്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. ഞാനത് വിശ്വസിക്കുന്നു. ഈ കർത്താവിനെ ഞാൻ എൻ്റെ രക്ഷിതാവും കർത്താവുമായി എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. യേശുവേ, നാഥ, കർത്താവേ, അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വരണം. ഇങ്ങനെ ഒരൊറ്റ പ്രാർത്ഥന മതി. ഒട്ടു പണം മുടക്കണ്ട, ശരീരത്തെ ദണ്ഡിപ്പിക്കണ്ട, എങ്ങും പോകണ്ട, അലയണ്ട.
മധ്യസ്ഥന്മാരെ തേടി അലയേണ്ട. ആർക്കതിന് കഴിയും? അത് ഏറ്റുപറഞ്ഞവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശബ്ദം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിലൂടെ സംസാരിക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ രാത്രി ഈ കർത്താവിനോട് പറയുന്നു, കർത്താവെ, ഞാനൊരു പാപിയാണ്, ഞാൻ സമ്മതിക്കണം. യേശു ക്രിസ്തു എന്റെ പാപത്തിന്റെ പരിഹാരത്തിനാണ് ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്. ഞാനത് വിശ്വസിക്കണം. ഹൃദയത്തിൽ വിശ്വാസമുണ്ടാകണം. എന്നിട്ട് വായ കൊണ്ടേറ്റ് പറയണം. നരകത്തിൽ പോകാതിരിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഹൃദയം കൊണ്ട് യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കണം. യേശു ക്രിസ്തുവാണ് പാപവിമോചകൻ എന്ന് വിശ്വസിക്കണം. യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ പാപത്തെയും മരണത്തെയും തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കണം. അല്ലാതെ രക്ഷ കിട്ടുകയില്ല. ഉപായ സൂത്രങ്ങളൊന്നും ഇവിടെയില്ല, കുറുക്കു വിദ്യകളില്ല. രക്ഷയ്ക്കേക മാർഗം യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് പനി മാറ്റാനല്ല, രോഗം മാറ്റാനല്ല. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് ആത്മാവിന് ശുഭത നൽകാത്ത, ആത്മാവിന്റെ ശുഭത നഷ്ടപ്പെടുത്തിയ പാപമെന്ന മാറാ രോഗത്തിന്, സ്തോത്രം, ആ രോഗത്തിന് പരിഹാരം വരുത്താൻ. ശരീരത്തിന്റെ രോഗം മാറിയതുകൊണ്ട് യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നത് നല്ലതാ. പക്ഷേ വിശ്വസിച്ചേറ്റു പറഞ്ഞ് രക്ഷ പ്രാപിച്ചിട്ട് വേണം കർത്താവിന്റെ വഴിയെ നടക്കാം. ദൈവത്തിന് സ്തോത്രം. ആത്മാവ് ശുഭമായി തീരും, ഭാവിയോ ശോഭനമായിരിക്കും. ആത്മാവ് ശുഭമാണെങ്കിൽ ജീവിതത്തിൽ സുഖവും സന്തോഷവും വരും. അപ്പൊ രോഗം വരില്ലേ? വരും. രോഗം വരും, ദുഃഖം വരും, പ്രയാസം വരും, പ്രതിസന്ധികൾ വരും, പ്രതികൂലങ്ങൾ വരും, ഉപദ്രവങ്ങളും വരും. പക്ഷേ കാക്കുന്ന ഒരു കർത്താവുണ്ട്, സുഖമായും ശുഭമായും നടത്തുന്ന ഒരു കർത്താവുണ്ട്. ഒരു പക്ഷേ രോഗം മാറിയില്ലെന്ന് വരും, പക്ഷേ ആ മൂർച്ഛിച്ച രോഗത്തിന്റെ നടുവിലും സൗഖ്യത്തോടെ നടത്തും. എന്ത് സൗഖ്യമാണ്? ആത്മാവിന്റെ സൗഖ്യം ജീവനിലൂടെ പകരുമ്പോൾ ശരീരത്തിന് കിട്ടുന്ന ഒരു കൃപയുണ്ടല്ലോ. ആദ്യം ക്രൂശിൽ അവിടെ മറിയയുടെ ഉദരത്തിലൂടെ പുറത്തു വന്ന കൃപമേൽ കൃപ. ദൈവത്തിന് സ്തോത്രം. ആ കൃപയാണ് മറിയയുടെ ഉദരത്തിലൂടെ ഒരു ശിശുവായി ഈ ഭൂമിയിലേക്ക് വന്ന കൃപമേൽ കൃപ. ആ കൃപ ദൈവം ചൊരിയും. രോഗം, ദുഃഖം, പ്രയാസം, പ്രതികൂലം, ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്കില്ലേ പ്രിയപ്പെട്ടവരെ? ദൈവമക്കളോട് ഞാൻ ചോദിക്കുക, നമുക്കില്ലേ? പക്ഷേ നമ്മൾ എന്തുകൊണ്ട് സന്തോഷിക്കുന്നു? എന്തുകൊണ്ട് മുറവിളിയിടുന്നില്ല? എന്തുകൊണ്ട്? വേദന തോന്നും, പക്ഷേ മാറും. ആത്മാവ് നമ്മുടെ ആത്മാവോട് സംസാരിക്കുമ്പോൾ നമുക്ക് മാറ്റം വരും. ദൈവത്തിന് സ്തോത്രം. അതാണ് പറഞ്ഞത്. ഒരുപക്ഷെ ഗായോസിന് രോഗമുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, നീ സകലത്തിലും സുഖമായും ശുഭമായും സുഖമായും ഇരിക്കണം. അതാ അതിനുവേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. ഒരുപക്ഷെ രോഗമുണ്ടായിരിക്കാം, പക്ഷേ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ. അതിനേക്കാൾ വലുതൊന്നില്ല പ്രിയപ്പെട്ടവരെ. പിന്നെ കിട്ടുന്ന ശുഭവും സുഖവുമെല്ലാം താൽക്കാലികങ്ങളാണ്, നൈമിഷ്യങ്ങളാണ്, അപ്പൊ ആസ്വദിക്കാനുള്ളതാ. പക്ഷേ ആത്മാവിന്റെ ശുഭതയുണ്ടല്ലോ, അത് നിത്യകാലമുള്ളതാണ്, തീരുന്നില്ല. മരണത്തിനപ്പുറം, അല്ലെങ്കിൽ ജീവിച്ചിരുന്ന കർത്താവ് വന്നാൽ കൂടെ ചേർന്ന് അതിനപ്പുറം ആ ശുഭഭാവി വരുന്നതാ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ കർത്താവിൽ ആരെങ്കിലും വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഈ രാത്രി ഈ കർത്താവിനെ രക്ഷകരായി സ്വീകരിക്കുമോ? ഈ കർത്താവിൽ വിശ്വസിക്കുമോ? നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രശ്നത്തിലും സുഖവും ശുഭവും തരാൻ ദൈവം ശക്തനാണ്. പക്ഷേ നിങ്ങളുടെ ആത്മാവ് ശുഭമായിരിക്കണം. എൻ്റെ ആത്മാവ് ശുഭമായതുകൊണ്ടാണ് സകലത്തിലും സുഖവും ശുഭവുമായി മുന്നോട്ട് പോകുന്നത്. മുമ്പിൽ പ്രതിബന്ധങ്ങളാണ്, പ്രതികൂലങ്ങളാണ്, പക്ഷേ സുഖമായും ശുഭമായും ജീവിതയാത്ര തുടരുവാൻ കഴിയുന്നു.